ഡെലിഗേഷനാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. തുടക്കത്തിൽ തന്നെ ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ വിശദീകരിക്കുന്നതിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഇനി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എന്താണ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ റെഫേഴ്സ് ടു ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് നോൺ കോർ ആക്ടിവിറ്റീസ് ഓർ അതോറിറ്റീസ് ഫ്രം എ സുപ്പീരിയർ ടു എ സബോർഡിനേറ്റ്. അതായത് ഒരു സുപ്പീരിയർ അയാളുടെ ചില ജോലികൾ അയാളുടെ സബോർഡിനേറ്റിന് കൈമാറുന്ന ഒരു രീതിയാണ് ഡെലിഗേഷൻ. നമുക്കറിയാലോ, സ്കൂളിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. പ്രിൻസിപ്പളുടെ പേരിലുള്ള ഡോക്യുമെൻ്റ് ആകാം, അതൊരു പക്ഷേ പ്രിൻസിപ്പൾ നമ്മളെ കയ്യിൽ നേരിട്ടായിരിക്കില്ല തരുന്നത്. അതിന് പ്രിൻസിപ്പൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള തൊട്ട് താഴെയുള്ള നമ്മുടെ സബോർഡിനേറ്റിന് കൈമാറുന്നുണ്ട്. ദാറ്റ് മീൻസ് എല്ലായിടങ്ങളിലും ഒരു സുപ്പീരിയർ അയാളുടെ ചില ജോലികൾ അയാളുടെ സബോർഡിനേറ്റിന് കൈമാറുന്നുണ്ട്. ഇതിനെയാണ് നാം ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഡെലിഗേഷന് പ്രധാനമായി 3 എലമെൻറ്റ്സ് ആണുള്ളത്. ഇതൊക്കെ നാം കേട്ട് പരിചയപ്പെട്ട വാക്കുകളല്ലാതെ മറ്റൊന്നുമില്ല. ഫസ്റ്റ് വൺ അതോറിറ്റി, സെക്കൻഡ് വൺ റെസ്പോൺസിബിലിറ്റി ആൻഡ് തേർഡ് വൺ അക്കൗണ്ടബിലിറ്റി. ഇങ്ങനെ 3 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അതോറിറ്റി? നമുക്കറിയാവുന്ന വാക്കാണ്, ഒന്നുകൂടി പറയുന്നു. അതോറിറ്റി റെഫേഴ്സ് റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ടു ഹിസ് സബോർഡിനേറ്റ്. അതായത് ഒരു സുപ്പീരിയർക്ക് അയാളുടെ സബോർഡിനേറ്റ്സിനെ കമാൻഡ് ചെയ്യുവാനുള്ള റൈറ്റ് ആണ് അതോറിറ്റി. എന്നാൽ സെക്കൻഡ് വൺ വാട്ട് ഈസ് റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി ഈസ് ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് ടു പ്രോപ്പർലി പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി. ഇവിടെ തൊട്ട് മുകളിൽ സുപ്പീരിയർ കൊടുത്തിട്ടുള്ള ജോലികൾ കൃത്യമായി ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു സബോർഡിനേറ്റിൻ്റെ ഒബ്ലിഗേഷനാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ അക്കൗണ്ടബിലിറ്റി. നാം ഇത്രയും മനസ്സിലാക്കുക, ദ ടേം അക്കൗണ്ടബിലിറ്റി മീൻസ് ആൻസറബിലിറ്റി. അതായത് ഇവിടെ നമുക്ക് ആർക്കാണോ ജോബ് അസൈൻ ചെയ്തിരിക്കുന്നത് ആ ആളെ സംബന്ധിച്ചിടത്തോളം ഹീസ് അക്കൗണ്ടബിൾ. അദ്ദേഹം മറുപടി പറയേണ്ടി വരും ടു ഹിസ് ടോപ്പ് ലെവൽ. അതായത് തൊട്ട് മുകളിലുള്ള അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ ആരാണോ അദ്ദേഹത്തോട് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. ഇതിനെയാണ് നാം അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഡെലിഗേഷൻ്റെ എലമെൻറ്റ്സ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ്, ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. നമുക്ക് കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് ഡീല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ എംപ്ലോയി ഡെവലപ്മെൻറ്റ്. അതായത് ഇവിടെ സുപ്പീരിയർ അയാളുടെ കുറേ ജോലികൾ സബോർഡിനേറ്റിന് കൈമാറുന്നതോടെ സബോർഡിനേറ്റിന് സ്വാഭാവികമായിട്ട് എംപ്ലോയിക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു. തേർഡ് വൺ മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. ഇങ്ങനെ ജോബുകൾ കൊടുക്കുമ്പോൾ എംപ്ലോയീസ് കുറേ കൂടി മോട്ടിവേറ്റ് ആകുന്നു. ആൻഡ് ഫോർത്ത് വൺ ഫെസിലിറ്റേഷൻ ഓഫ് ഗ്രോത്ത്. അതായത് ഇവിടെ എംപ്ലോയിക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നു. കാരണം അദ്ദേഹം കൂടുതൽ ജോബുകൾ അദ്ദേഹത്തിന് ചെയ്യുന്നതോടെ അദ്ദേഹം ആ മേഖലയിൽ കുറച്ചുകൂടി അദ്ദേഹത്തിന് പേഴ്സണൽ ഗ്രോത്ത് അതുപോലെ തന്നെ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് വൺ ഹെൽപ്സ് ഇൻ ബെറ്റർ കോർഡിനേഷൻ. കാര്യങ്ങളെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയുമാണ് ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്.